ഹലോ ഗേയ്സ്, ഗുഡ് ഈവനിങ്. ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോ നിൽക്കുന്നത് കുമരകത്തെ അട്ടിപ്പീടികയിലുള്ള നാലുപങ്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് ചുമ്മാ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് ബോറടിച്ചപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. വന്ന് ചെന്ന് നിന്നത് ഇവിടെയാണ്, അട്ടിപ്പീടിക. ഇവിടെ അടിപൊളി സ്ഥലമാണ്, അടിപൊളി ആംബിയൻസ് ആണ്. ഒരു പ്രാവശ്യം ഇതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അന്നേരം ഇവിടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു, ഇത്ര സെറ്റപ്പ് ഒന്നും ആയിട്ടില്ലായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ പണിയെല്ലാം മൊത്തം കഴിഞ്ഞു. മൊത്തം കഴിഞ്ഞില്ല, പണി കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഫ്രീ ആയിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു ആശു പറയുന്നത്. ആശുവിന് ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങളുടെ അടിപൊളി കിണ്ണങ്ങച്ചി വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ് ഗൈസ്. സുഹൃത്തുക്കളെ, ഈ പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ കുമരകത്തെ വീതികളിലൂടെയുള്ള ഈ യാത്ര തരുന്ന വൈബ് വേറെ ലെവലാണ് മക്കളെ. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളുടെ എല്ലാ വീഡിയോകളിലും പോകുന്ന യാത്രകളും വഴികളും ഒരുപാട് കാണിക്കാറുണ്ടെന്ന്. ഗൈസ്, അത് ഞങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കാത്തതാണ് കേട്ടോ. കാര്യം എന്തെന്ന് വെച്ചാ ഈ വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ തരുന്ന അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അതൊന്നും ഒഴിവാക്കാതെ വീഡിയോയിലെല്ലാം ആഡ് ചെയ്യുന്നത്. ഈ മനോഹരമായ പാടശേഖരങ്ങളിലൂടെയുള്ള യാത്രകൾക്കിടയിൽ നമ്മൾ അതിപുരാതനവും ചരിത്ര പ്രശസ്തവുമായ മുത്തലനാട് മഹാദേവ ക്ഷേത്രം കടന്നാണ് നാലുപങ്കിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ നമ്മൾ നാലുപങ്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ വേറിട്ട കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയാലോ? ഇതാണ് ഗൈസ് ഞങ്ങൾ കോട്ടയംകാരുടെ സ്വകാര്യ അഹങ്കാരമായ കുമരകത്തിന്റെ ഭംഗി. ഞങ്ങളുടെ ഈ വരവിന്റെ പ്രധാന ഉദ്ദേശം സ്ഥിരമായി ഇൻഡോർ വീഡിയോസ് മാത്രമിട്ട് നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ആദ്യമായി ഔട്ട്ഡോർ റീൽ ചെയ്യുന്നതിന്റെ റിഹേഴ്സലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ കുമരകം നോർത്തിന് സമീപം പുത്തുച്ചിറയുടെ ഭാഗത്താണ് നാലുപങ്ക് സ്ഥിതി ചെയ്യുന്നത്. മുൻപ് ഇത് ഒരു സർക്കാർ ബോട്ട് ടെർമിനൽ ആയിരുന്നു. പിന്നീട് ഇത് സഞ്ചാരികൾക്കായി കൂടുതൽ മെയിന്റനൻസ് ചെയ്ത് മനോഹരമായ ഒരു ലേക്ക് വില്ലേജും ടൂറിസം കേന്ദ്രവുമായി മാറ്റുകയായിരുന്നു. ആ കാണുന്ന മീനിന്റെ വായിൽ കൂടെ മാത്രമേ നമുക്ക് ഇതിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് പാസ് എടുക്കണം. 5 വയസ്സിന് മുകളിലുള്ളവർക്ക് 50 രൂപയാണ് പാസ്. നാലുപങ്കിന്റെ ഉൾവശമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ ഐസ്ക്രീമും സ്നാക്സും ഒക്കെ അവൈലബിൾ ആണ്. ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ തന്നെ കണ്ട് ആസ്വദിച്ചോളൂ. വേമ്പനാട്ടുകാരിൽ നിന്നുള്ള സൂര്യാസ്തമയം ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ സാധിക്കുന്ന മികച്ച ഒരിടമാണിത്. കായലിൽ നിന്നുള്ള കുളിർക്കാറ്റും ശാന്തമായ അന്തരീക്ഷവും ഇവിടെ എത്തുന്നവരെ ഏറെ ആകർഷിക്കുന്നു.
ആണോ അത് ഷിൻജാന്റെ വീട് ഷിൻജാന്റെ മാറിയില്ലേ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കൊമരകത്ത് നാലുപങ്കിലാണ്. കൊമരം അട്ടിപ്പിടിയിലുള്ള ഒരു അടിപൊളി സ്പോട്ടാണ്. ആ കായലിന്റെ തീരത്താണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഈ സ്ഥലം നല്ല മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. ബാക്കി കാണുന്നില്ലേ. അപ്പം എല്ലാവരും ഇവിടെ വന്ന് ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ വന്ന് കാറ്റ് കൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. I notice them all, the way you laugh, the way you fall into my arms like you belong. Baby, with you, I'm finally home. You're good, you're beautiful, like a small town sky, unstoppable. Every little moment, unforgettable. Yeah, you're good, you're beautiful. ആശുപത്രി പിണങ്ങിയിരിക്കുകയാണ് നമ്മുടെ ആശുപത്രി. എന്നാന്ന് വെച്ചാൽ അവിടെ വന്ന് കയറുന്ന എൻട്രൻസിൽ തന്നെ നല്ല അടിപൊളിയായിട്ടൊരു പിള്ളേർ കളിക്കുന്ന ഒരു ചെറിയ കളിപ്പാട്ടം പോലെ എന്തോ വെച്ചിട്ടുണ്ട്. അതല്ല അവർക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ ഓടിച്ചു കയറുന്നതിന് പോകാൻ നേരത്ത് കയറാന്ന് പറഞ്ഞപ്പോ അവള് പിണങ്ങിയിരിക്കുകയാണ്. അതാണ് അവള് ഉണ്ടാതിരിക്കുന്നത്. കേറാന്നൊക്കെ ഇടയ്ക്ക് പറയുന്നത് ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ്. വെള്ളത്തിനെ പറ്റി ആശുവിന് വെള്ളത്തിനെ പറ്റി എന്തോ പറയാനുണ്ട്. പറഞ്ഞു വെള്ളത്തിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ വെള്ളത്തിൽ ചാടല്ലേ, നിങ്ങൾ ഒരു തുള്ളി പൊടി പോലും കിട്ടത്തില്ല. ഒരു പൊടി പോലും കിട്ടത്തില്ല വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ. അശ്വിനോട് ഞങ്ങൾ വന്നപ്പോ തൊട്ട് വെള്ളത്തിൽ ചാടരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കേസ് വരുമ്പോ വെള്ളമൊക്കെ ഉണ്ട് സൂക്ഷിക്കണമെന്ന് പറയുന്നത്. എന്റെ അച്ഛൻ ഇപ്പൊ തോട്ടിൽ പോണ്ടായിരുന്നു. അച്ഛനിപ്പോ വെള്ളത്തിൽ പോയതിനെ വരെ ഞങ്ങൾ വെള്ളത്തിലാശാനാകുമായിരുന്നു. ഞായറാഴ്ച ആയിക്കൊണ്ടൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. വീട്ടിൽ ചുമ്മാ ഇരുന്ന് ബോറടിച്ച് ഞങ്ങള് മടുത്തപ്പ ചാടി ഇറങ്ങിയതാണ്. അപ്പൊ വന്നു നിന്നത് ഇവിടെയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ദാണ്ട് ചെറിയ വീഡിയോ എടുത്തേക്കുന്നത്. ആശു ഉണ്ട് കൂടെ. നമ്മുടെ ആശുക്കുട്ടിയുണ്ട്. ആശുക്കുട്ടി ഇവിടെ ആകെ ബോറടിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നോണെ അവർക്ക് അതിനകത്തൊരു സാധനത്തിൽ കളിക്കാൻ കയറണമെന്ന് പറഞ്ഞപ്പോ നമ്മള് പോകാൻ നേരത്ത് കയറാന്ന് പറഞ്ഞപ്പോ അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവൾക്ക് വന്നോണെ കയറണമായിരുന്നു. അത് കാരണം അവളൊന്നും മിണ്ടുന്നില്ല. നാക്ക് വീട്ടിൽ വെച്ചിട്ടാണ് കേസ് വന്നേക്കുന്നത് അല്ലേ. സ്ഥലം എങ്ങനെയുണ്ട് ആശുക്കുട്ടറെ? കൊല്ലമാണോന്നല്ലേ ചോദിച്ചത്. സ്ഥലം എങ്ങനെ ഉണ്ടെന്നാ? കൊള്ളാം. അങ്ങോട്ട് നോക്കി പറ. അപ്പൊ അവരോട് പറ ഇങ്ങോട്ട് വരണമെന്ന് പറ, കാണാൻ വരണമെന്ന് പറ. പറ നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം. കോട്ടയത്തുള്ള എല്ലാവരും, കോട്ടയത്തല്ല എല്ലാവരും ഇവിടെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇവിടെ വരണം. നല്ല വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. നല്ല കാറ്റൊക്കെയാണ്. മൊത്തം ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ്. വെള്ളത്തിൽ ആരും ചാടരുത്. വെള്ളത്തിൽ ചാടാതിരുന്നോണം. വെള്ളത്തിൽ ചാടിയാൽ പോയി. നീന്തൽ അറിയണം. അല്ലെങ്കിൽ ഞങ്ങക്ക് നീന്തൽ അറിയാം അല്ലേ? പിന്നെ അങ്ങനല്ലേ. അടിപൊളി. ആശു 2 വട്ടം നീ വെള്ളത്തിൽ ചാടി നീന്തിയിട്ടുണ്ട്. അപ്പൊ കേസ് ഇതാണ്. ഇവിടെ ഇപ്പൊ ആള് കൂടിയിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോ ആരും ഇല്ലായിരുന്നു. ഇപ്പൊ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഏത് കുടുംബക്കാര്? ആശു ചാളി തുടങ്ങി. നിങ്ങളിനി ഒരുപാട് സാധനങ്ങൾ കേൾക്കേണ്ടി വരും. ആശുവിന്റെ കുടുംബക്കാരും വന്നിട്ടുണ്ട്. നിന്റെ അച്ഛ നിന്റെ കുടുംബക്കാരനല്ലേ? ആശുവിന്റെ കുടുംബക്കാരും. ആശുവിന് ഇപ്പൊ അതേ പോയി കയറണം. അതുകൊണ്ട് അവിടെ കുറച്ച് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. അതേലും ആശുവിന് അവിടെ പോയി കയറാൻ വേണ്ടിയാണ്. എന്തേലും പറഞ്ഞോട്ടെ സഹോദരി. സഹോദരിയല്ല, സഹോദരൻ. ചളി തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നത്. ആശു മിക്കാറും ഇവിടെ കിടന്ന് ഉറങ്ങും. ഞങ്ങൾ ആശുവിനെ ഇവിടെ ഇട്ടിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അവിടെ ക്യാമറയുടെ പുറകിൽ ഒരാളുണ്ട്. പക്ഷെ മിക്കാറും വെള്ളത്തിൽ വീഴുന്നു നടപ്പ് കണ്ടിട്ട്. കുട്ടികൾക്ക്
കളിക്കാനായി ഒരു ട്രാംപോളിൻ ഇവിടെ സെറ്റാണ്. വികൃതികളായ നമ്മുടെ കുട്ടിപ്പട്ടാളത്തെ കുറച്ചു നേരത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒതുക്കിയിടാൻ പറ്റും ഗൈസ്. Didn't need a reason, didn't need a plan in my head. Sometimes it's enough just to breathe, take a moment instead. 'Cause there's a rhythm in the quiet if you're listening. Little songs live in the silence when the morning begins, and the best things in life seem to get lost in the fray. So I take it all in before the memories fade away. Heard a car roll by, just a hum in the distance somewhere. Takes me right back to the days these roads weren't even here. Funny how time's always moving, nothing stays the same. I just try to catch my breath before it slips away. 'Cause there's a rhythm in the quiet if you're listening. Little songs in the silence when the day begins. Beautiful moments in life always get lost in the fray. So I take it all in before the memories fade away. ഗൈസ് അങ്ങോട്ട് നോക്കാം. അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങൾ അവിടെയുണ്ട്. 2-3 കുഞ്ഞ് ബെഞ്ചുകളൊക്കെ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. പിന്നെ ഇവിടെ കിടന്ന് റെസ്റ്റ് ചെയ്യാനുള്ളവർക്ക് ഇവിടെ കിടന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ കിടന്ന് റെസ്റ്റ് ചെയ്യാം. കാലിന് വേദനയുള്ളവർക്കൊക്കെ അവിടെ കിടക്കാം. അശ്വിന് വയ്യ, അവള് കിടന്നുപോയി. പിന്നെ അടിപൊളിയാണ്. ചെറിയ രീതിയിൽ ചായ ഐസ്ക്രീം ഒക്കെ ഇവിടെ കിട്ടും. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാസ് ഉണ്ട്. ഒരാൾക്ക് 50 രൂപ വെച്ചാണ് പാസ്. ഞങ്ങൾ വന്ന് കുറച്ചു നേരം അയച്ചു കഴിഞ്ഞ് വന്നാണ്. നല്ല സൂര്യനൊക്കെ പതുക്കെ താന്നു വരുന്നുണ്ട്. ഇനി പതുക്കെ മെയിലൊക്കെ മാറി കഴിയുമ്പോൾ അടിപൊളി രസമായിരിക്കും. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ്, വീഡിയോ എടുക്കാൻ അടിപൊളിയാണ്. മൊത്തത്തിലൊരു സൂപ്പർ ആംബിയൻസ് ആണ്. പിന്നെ വന്ന സമയത്ത് ഇവിടെ കുറെ ചൂണ്ടക്കാരൊക്കെ ഉണ്ടായിരുന്നു. നല്ല മീനൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. കുറെ പിള്ളേരൊക്കെ ചൂണ്ടിടാൻ വേണ്ടി ഇതിലെ കറങ്ങി നടപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ വലയിടാനും എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. കയാക്കിങ് അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. 2 സൈഡും നല്ല അടിപൊളി വ്യൂ ആണ്. അങ്ങോട്ട് നോക്കിയാലും നമുക്ക് നല്ല കണ്ണിന് നല്ല സുഖം കിട്ടും. ഇങ്ങോട്ട് നോക്കിയാൽ അടിപൊളിയാണ്. ഈ കായൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, നല്ല കണ്ടോണ്ടിരിക്കാൻ തന്നെ നമുക്ക് തോന്നും. ഇനി ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല, പക്ഷെ പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പോകും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കുമരകത്ത് അട്ടിപ്പടിയിലുള്ള 4 പങ്ക് എന്ന് പറയുന്ന സ്ഥലം നിങ്ങളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എടുത്ത ചെറിയൊരു വ്ലോഗ് വീഡിയോ ആണ്. ഒത്തിരി വലിയതായിട്ടാക്കുന്നില്ല. ഈ സ്ഥലം ഏകദേശം നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെടുക കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണത്തില്ല. നിങ്ങൾ വരിക, ഫാമിലി ആയിട്ട് വരിക, ഞായറാഴ്ച വരിക, അല്ല ഇടദിവസം വരിക, വൈകുന്നേരങ്ങളിൽ വരിക. വന്ന് നല്ല സ്ഥലത്തിൽ വന്നിരുന്ന് നിങ്ങൾ എൻജോയ് ചെയ്ത് സ്ഥലമൊക്കെ ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഫാമിലി ആയിട്ട് വന്ന് അടിച്ചു പൊളിച്ച് തിരിച്ചു പോവുക. ആശു ഇവിടെ കിടന്ന് ഉറങ്ങി പോകുന്നു തോന്നുന്നു. ഞങ്ങൾ ഇന്ന് ആശുവിനെ ഇവിടെ നിർത്തിയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ അല്ലേ സെറ്റാവല്ലേ, ഞങ്ങൾ പോവാണ്. ഇവിടെ കാണും. നിങ്ങൾ വരുന്നവർക്ക് ഇവിടെ കാണാം. ഇവിടെ ഉണ്ടാവും. എന്താ അവിടെ ഏൽപ്പിച്ചേക്കുവാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീഡിയോ, ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുക, കമന്റ് പറയുക, ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ, സീ യു.